നമസ്കാരം. ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. ഇന്ധനക്ഷാമം സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ ഇറാന് നേരെ അഴിച്ചുവിട്ട അക്രമമാണ് ഇന്ന് ലോക ജനത അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നവും. ഈ സംഘർഷം ആരംഭിച്ച ദിവസത്തിനുള്ളിൽ തന്നെ LPG വിതരണത്തിൽ തടസ്സമുണ്ടാവുകയും വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിലയ്ക്കുകയും ചെയ്തു. ഇതോടെ ഭക്ഷണശാലകളെ പോലും അടച്ചുപൂട്ടലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പതിനായിരങ്ങളാണ് ഇത്തരം ഭക്ഷണശാലകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ചെറുകിട ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകൾ ഇന്ന് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വലിയ നഗരങ്ങളിൽ ഭക്ഷണശാലകൾ കൂട്ടത്തോടെ അടച്ചിടുന്നു. ഇന്ധനക്ഷാമം തുടർന്നാൽ രാസവള നിർമ്മാണം, വൈദ്യുതോൽപാദനം, പെട്രോകെമിക്കൽ മേഖല തുടങ്ങി നിരവധി വ്യവസായങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. വാതക ശ്മശാനങ്ങൾ വരെ പ്രവർത്തനം നിർത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ബാധ്യതയാണ്. എന്നാൽ 90 ദിവസത്തെ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരം ഉറപ്പാക്കുന്നതിൽ പോലും മോഡി സർക്കാർ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. അതിന്റെ ഫലമാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന ഇന്ധനക്ഷാമം. രാജ്യത്തെ LPG ലഭ്യതയുടെ 65% ഇറക്കുമതിയിലാണ് ആശ്രയിക്കുന്നത്. അതിൽ 90% ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതിനാൽ പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ ശേഖരവും ബദൽ നടപടികളും ഉറപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി നിർദ്ദേശിച്ച 90 ദിവസത്തെ ക്രൂഡ് ഓയിൽ കൂടുതൽ ശേഖരം പോലും ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നത് ഗുരുതരമായ പരാജയമാണ്. അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ അവസാനിപ്പിച്ചതാണ് ഇന്ത്യയെ വേഗത്തിൽ ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിഷ്പക്ഷത പാലിക്കാതെ US ഇസ്രായേൽ കൂട്ടുകെട്ടിനൊപ്പം തുറന്ന നിലപാട് സ്വീകരിച്ചതും ഇന്ത്യയുടെ നയതന്ത്ര സാധ്യതകൾ പരിമിതപ്പെടുത്തി. ഇറാനുമായി ചരിത്രപരമായിരിക്കുന്ന ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇന്ത്യ അമേരിക്കൻ ആക്രമണത്തെ അപലപിക്കാൻ പോലും തയ്യാറായില്ല. മോഡി സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചയും തെറ്റായ വിദേശ നയവും രാജ്യത്തെ എങ്ങോട്ടേക്കാണ് എത്തിച്ചിരിക്കുന്നത്. മൂന്നാം LDF സർക്കാരിനെ തിരഞ്ഞെടുക്കാനായി കേരള ജനത തയ്യാറെടുത്തിരിക്കുകയാണ്. പിന്നിട്ട് 10 വർഷം സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് മാത്രമാണ് എല്ലായിടത്തും സംസാരവും. ഇത് രാഷ്ട്രീയ ഭേദമന്യേ ഏവരും അംഗീകരിക്കുന്ന വസ്തുതയുമാണ്. അതിലൊന്നാണ് ദേശീയപാത 66ന്റെ വികസനം. ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമാണ് ഇത്. ഈ ദേശീയപാത വികസനം ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ ഈ വികസനത്തിന്റെ പ്രയോക്താക്കൾ തങ്ങളാണെന്ന് കാണിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. ദേശീയപാതയുടെ പൂർത്തീകരിച്ച 2 ഘട്ടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കുകയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടുത്തുകയും ചെയ്തത് ഈ നാട് കാണേണ്ടി വന്നിരിക്കുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കെ തന്നെയാണ് 2014 UDF സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമായി ദേശീയപാത വികസനം മുടങ്ങിപ്പോയത്. ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസ് പൂട്ടി മടങ്ങാനുണ്ടായത്. ദേശീയപാത വികസനം സാധ്യമാക്കുന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലം വിട്ടുകൊടുത്ത അതിന്റെ ഉടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനം വഹിക്കണമെന്ന് കേന്ദ്രം നിബന്ധന വെച്ചു. ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാർ 56,000 കോടിയോളം രൂപ നൽകിയാണ് ദേശീയപാത വികസനം ഉറപ്പാക്കിയത്. കിഫ്ബി വഴി വായ്പ എടുത്താണ് ഇത്രയും പണം സംസ്ഥാനം സമാഹരിച്ചത്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഈ തുക ഉൾപ്പെടുത്തിയും കേന്ദ്രം ദ്രോഹിച്ചു. ഫലത്തിൽ 12,000 കോടി രൂപയുടെ ബാധ്യതയാണ് സംസ്ഥാനത്തിന് ഏറ്റെടുക്കേണ്ടി വന്നത്. സ്ഥലം നഷ്ടമായവർക്ക് അർഹമായ നഷ്ടപരിഹാരം നീതിപൂർവ്വം ലഭിച്ചു. ദേശീയപാത വികസനം മുടക്കാൻ BJP സംസ്ഥാന നേതൃത്വം നടത്തിയ കളികൾ നാം കണ്ടതാണ്. വിചിത്ര സമരങ്ങൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു. BJPക്ക് രാഷ്ട്രീയപരമായി പിന്തുണ നൽകാൻ പോലും UDF നേതൃത്വം പല ഘട്ടങ്ങളിലും മുതിർന്നു. ദേശീയപാത വികസനത്തിന്റെ ഖ്യാതി അവകാശപ്പെടുന്ന കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 3 വർഷം ടോൾ ഇനത്തിൽ പിരിച്ചെടുത്തത് 1.65 ലക്ഷം കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 1,600 കോടി രൂപ പിരിച്ചു. സെസ്, സർചാർജ് ഇനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന വരുമാനം 2025-26 5.82 ലക്ഷം കോടിയായി പെരുകിയെന്ന് ധനമന്ത്രാലയം ഈയിടെ പാർലമെന്റിൽ മറുപടി നൽകി. ഈ വരുമാനമെല്ലാം കേന്ദ്ര ഖജനാവിലേക്കാണ് പോകുന്നത്. ജനയുഗം പൊളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.